ബീഹാറിനെ ഇളക്കിമറിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര സമാപിച്ചു. സിസാറാം മുതൽ പാറ്റ്ന വരെ 1300 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് യാത്ര അവസാനിച്ചത്. 2 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനവും ഐക്യ കാഹളവുമായി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ ഈ മുന്നേറ്റം മഹാദേവ്പുര വോട്ട് ചോരി ആരോപണം അറ്റം ബോംബായിരുന്നെങ്കിൽ ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതോടെ പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധി തരംഗമുണ്ടാക്കിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ ശ്രീ കെ പി നൌഷാദ് അലി, കോൺഗ്രസ് ഡോക്ടർ വർഗീസ് ജോർജ്, RJD ശ്രീ മനുപ്രസാദ്, BJP എന്നിവർ. ആദ്യം ശ്രീ കെ പി നൌഷാദ് അലി, ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി വ്യക്തിപരമായി നേതൃത്വം നൽകിയ ഏറ്റവും വലിയ മൂവ്മെന്റ് ആയിരുന്നു വോട്ടർ അധികാർ യാത്ര. അത് 1300 കിലോമീറ്റർ പിന്നിട്ടു. സസാറ മുതൽ പാറ്റ്നയിലെത്തി അവസാനിക്കുമ്പോൾ ബീഹാർ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോവാൻ തുടങ്ങിയ ഹിന്ദി ഹൃദയഭൂമിയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ബീഹാർ ആയിരുന്നു. ഒരു തിരിച്ചുവരവിനുള്ള പശ്ചാത്തലം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു തിരിച്ചുവരവിനുള്ള അരങ്ങൊരുക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള നിലയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇതൊരു വെറും ഷോ ഡൗൺ ആയി ഒതുങ്ങുമോ? അഭിലാഷ്, ഇവിടെ ഈ ബീഹാർ എന്ന സംസ്ഥാനത്തിന് വലിയൊരു പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട്. അതുകൊണ്ടാണ് ബീഹാറിനെ തന്നെ മുൻനിർത്തി സ്വാഭാവികമായിട്ട് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ വലിയൊരു ജനാധിപത്യ യുദ്ധത്തിന് ബീഹാറിനെ തന്നെ തെരഞ്ഞെടുത്ത് യുദ്ധം നടത്താൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയൊക്കെ തീരുമാനിക്കാൻ കാരണം ഈ ബീഹാർ, ഞാൻ ഈ ചമ്പാരനിലെ നീലം സത്യാഗ്രഹവും ഗാന്ധിജിയുടെ ചരിത്രമൊക്കെ ഉണ്ട്. അതിനുപരിയായിട്ട് ഈ ബീഹാറിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ടൊരു ഭാഷാ, സാംസ്കാരിക, സർഗാത്മക വൈവിധ്യമുണ്ട്. അത് മറ്റേത് സംസ്ഥാനത്തെക്കാളും ഉണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഇതിൻ്റെ വ്യത്യസ്ത മേഖലകളാണ്. ആ എല്ലാ മേഖലകളെയും സ്പർശിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോയത്. 16 ദിവസമുണ്ട്. 110 അസംബ്ലി സീറ്റിലും 126 ജില്ലകളിലെ അത് കടന്നുപോയിട്ടുള്ളൂ എങ്കിലും അത് എല്ലാ മേഖലകളെയും സമ്പൂർണ്ണമായിട്ട് സ്പർശിച്ചു. അത് സാങ്കേതികം മാത്രമാണ് നിശ്ചിത എണ്ണം ജില്ല, നിയമസഭ എന്നൊക്കെ പറയുന്നത്. ഞാൻ ആ മേഖല എന്ന് പറയുന്നത് അത് മിഥിലാഞ്ചൽ അതിലെ പ്രധാന മേഖലയാണ്. 3 കോടി മനുഷ്യർ മൈഥിലി ഭാഷ സംസാരിക്കുന്ന സ്ഥലം, സീതാമർഹി, പൂർണിയ, ഇങ്ങനെയൊക്കെയുള്ള ദർഭംഗി, അവിടെയൊക്കെ ഈ ജാഥ ഗംഭീരമായ വിജയമായിട്ട് കടന്നുപോയി. അത് കഴിഞ്ഞാൽ മഗധയുണ്ട്, അവിടെ പിന്നെ ബുദ്ധഗയയും നളന്തയൊക്കെ ഉള്ള സ്ഥലങ്ങൾ. ആ വഴി യാത്ര അതിഗംഭീരമായിട്ട് കടന്നുപോയിട്ടുണ്ട്. അവിടെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാണ്, മഗധിയാണ്. അതുപോലെ തന്നെ ഭോജ്പുരി, 3.5 കോടി മനുഷ്യർ സംസാരിക്കുന്ന ഭോജ്പൂർ മേഖല, അത് പട്ന, അവിടെയാണ് ഇന്ന് ഈ യാത്ര ഐതിഹാസികമായി സമാപിച്ചത്. അതുപോലെ തന്നെ ചമ്പാരൻ മേഖലയുണ്ട്, നീലം നേരത്തെ പറഞ്ഞ ചരിത്ര പശ്ചാത്തലമുള്ള, അവിടെ ബാജിക്ക ഭാഷ 2 കോടി മനുഷ്യർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെക്കൻ ബീഹാറുണ്ട്. ആ തെക്കൻ ബീഹാറിൽ അംഗിക എന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. അത് 1.5 കോടി മനുഷ്യർ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക വൈവിധ്യമുള്ള ബീഹാറിൻ്റെ വിരിമാറിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോയത്. എല്ലാ ഇടങ്ങളെയും സ്പർശിച്ച് ഭോജ്പൂരിൻ്റെ തലസ്ഥാനമായ പട്നയിൽ, ബീഹാറിൻ്റെ തലസ്ഥാന നഗരിൽ അത് സമാപിച്ചിരിക്കുകയാണ്. അതൊരു ഐതിഹാസിക യാത്ര തന്നെയാണ്. സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, അഭൂതപൂർവമായ, അനിതര സാധാരണമായ, അനുപമമായ, അനന്യമായ, അന്യൂനമായ ഒരു യാത്രയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പൊളിറ്റിക്സ് അഭിലാഷ് ശ്രദ്ധിക്കേണ്ടത്, ഇത് കോൺഗ്രസ് അവിടെ RJDക്ക് പുറകിലെ 2ാം കക്ഷിയാണ്. എന്നിട്ടും കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കപ്പെടുന്ന പ്രതിപക്ഷ കക്ഷികളിലെ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസിൻ്റെതായിരുന്നു. RJDയുടേതും CPI-MLന്റേതും, എന്തിന് കുറച്ച് സീറ്റുകളിൽ മാത്രം മത്സരിച്ച CPIക്കും CPIMനും പോലും കോൺഗ്രസിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മത്സരിച്ച സീറ്റുകൾ, ജയിച്ച സീറ്റുകൾ എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് കൂടി RJDക്ക് തുല്യമായ പ്രകടനം കഴിഞ്ഞ തവണ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ബീഹാറിൽ ഒരു സർക്കാർ തന്നെ ഉണ്ടായേനെ. അപ്പോൾ ആ അപര്യാപ്തത അല്ലെങ്കിൽ ആ ജനപിന്തുണയിലെ കുറവ് മറികടക്കാൻ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല അഭിലാഷ്, ഇവിടെ കഴിഞ്ഞ കാലത്ത് അത് കോൺഗ്രസിന് പല നേട്ടങ്ങൾ, കോൺഗ്രസിന് പോസിറ്റീവായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, നെഗറ്റീവായതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ സമ്മിശ്രമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് പുതിയ അധ്യായമാണ്. ഇവിടെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളൊരു പോരാട്ടമായിരുന്നു. അവിടെ ഒരു പ്രത്യേക തീവ്ര യജ്ഞ പരിപാടി നടത്തി 10-45 ലക്ഷം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളി. യോഗേന്ദ്ര യാദവ് പറഞ്ഞത് ശരിയാണെങ്കിൽ 90 ലക്ഷം ആളുകളെ പുറന്തള്ളി. എന്നിട്ട് കൃത്രിമമായിട്ട് ഒരുപാട് പേരെ കുത്തിച്ചേർത്തു. ഈ പുറന്തള്ളിയവരിൽ ബഹുഭൂരിഭാഗം
ഭൂരിഭാഗവും ന്യൂനപക്ഷങ്ങളും ദളിതുകളുമാണ്. വളരെ കൃത്യമായ ഒരു വോട്ട് ചോരിയുടെ ഒരു സ്പെസിമനായിട്ട് ബീഹാർ മുന്നിൽ കിടക്കുമ്പോഴാണ് ഈ രാജ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ സമരത്തിൽ ഇറങ്ങുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് സംരക്ഷിക്കാനുള്ള സമരമല്ല. ഈ സമരത്തിൽ ഈ മമതയും മുതൽ അരവിന്ദ് കേജ്രിവാൾ വരെ നിൽക്കാൻ കാരണം നാളെ അവരുടെ സംസ്ഥാനങ്ങളിലും ഇതേപോലുള്ള കൃത്രിമം ആവർത്തിക്കും. അവിടെയൊക്കെ ഒരു രക്ഷകൻ വേണം. ഇവിടെ ഒരു രക്ഷകനായിട്ട് രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയാണ്. നിലനിൽപ്പിന്റെ രാഷ്ട്രീയം എന്നുകൂടി തോന്നിയിട്ടാകണം ഈ പറഞ്ഞ എല്ലാ മുഖ്യമന്ത്രിമാരും അദ്ദേഹത്തെ പൊതിഞ്ഞു നിന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയുണ്ട്, ബംഗാൾ മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ കേജ്രിവാൾ ഉണ്ട്, പഞ്ചാബ് മുഖ്യമന്ത്രിയുണ്ട്, ജാർഖണ്ഡ് എല്ലാ മുഖ്യമന്ത്രിമാരും ഇന്ത്യ മുന്നണിയുടേത് അവിടെ കേന്ദ്രീകരിച്ചത്. തീർച്ചയായിട്ടും അതുപോലെ ശിവസേന പോലുള്ള പാർട്ടികൾ, NCP, ഇതൊക്കെ അവിടെ കേന്ദ്രീകരിച്ചത്. ഇതൊക്കെ തങ്ങളെയും കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് അവർക്കറിയാം. അതിന് ഈ രാജ്യത്ത് ഒറ്റക്കൊരു ശബ്ദമുണ്ടാക്കിയിട്ട് വിലപ്പോവില്ല എന്നറിയാം. അതിന് നിർഭയനായി മുന്നിൽ നിന്ന് ഈ പട നയിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ മറ്റൊരാളെ ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇത് തങ്ങളുടേതു കൂടിയായ ഒരു സമരമാണ്, തങ്ങളുടെ നിലനിൽപ്പിന്റെ കൂടെ സമരമാണ് എന്നവരുടെ ബോധ്യത്തിൽ നിന്നാണ് അവരൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്നത്. അതുവഴി രാഹുൽ ഗാന്ധിയുടെ നേതൃപരിവേഷം, കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിന്റെ പ്രസക്തിയും പ്രാധാന്യവും കൂടി ഇവിടെ അടിവരയിടുകയാണ്. കോൺഗ്രസ് ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണി സംസ്കാരം ഈ രാജ്യത്ത് രൂപപ്പെടാൻ പോവുകയാണ്. അതിൽ BJP കടപുഴകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് മാൽ പ്രാക്ടീസ് നടത്തിയാലും റഫറിമാരും ലൈൻ റഫറിമാരും ഗോളടിച്ചാലും ആ കളി ജനങ്ങൾ കൂടിയാൽ അന്തിമമായിട്ട് ജനങ്ങൾ കൂടുന്ന ഇടം മാത്രമേ വിജയിക്കുള്ളൂ. അത്തരത്തിൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ യാത്രയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഇത് പാഴാവുകയില്ല അഭിലാഷേ, നിങ്ങൾക്ക് ഉറപ്പിക്കാം. അടിവരയിട്ടോളൂ. ശരി, ഡോക്ടർ വർഗീസ് ജോർജ്, രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിയ ബീഹാറിൽ നിന്ന് തന്നെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ, വീണ്ടും കെട്ടിപ്പടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഈ യാത്ര കൊടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു? ബീഹാറിൽ നമുക്കറിയാം RJD ആണ് മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷി. കഴിഞ്ഞ തവണയും RJDയുടെ ശക്തിക്കൊത്ത പ്രകടനം RJD നടത്തിയിരുന്നു. പക്ഷേ അതൊരു ഭരണമാറ്റത്തിലേക്ക് വഴിതെളിക്കാൻ സഖ്യകക്ഷികളുടെ കൂടി ശക്തിക്കുറവ് ഒരു കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാലും ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ അരങ്ങായി മാറാൻ പോവുകയാണോ എന്ന് തോന്നുന്നു? ശരിയാണ് അഭിലാഷ്. കോൺഗ്രസ്സിന് അവിടെ ഒരു 9% വോട്ടാണുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് RJDക്ക് 22% വോട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ യാത്ര കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ടാണ് ആരംഭിച്ചതെങ്കിലും അത് അവസാനിച്ചപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മൂവ്മെൻ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 18 ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന അസംബ്ലി ഇലക്ഷൻസിൽ ഇന്ത്യ മുന്നണിക്ക് ഒരുമിച്ച് നയിക്കാൻ സാധിച്ചിരുന്നില്ല. ഡൽഹിയിൽ പരാജയപ്പെട്ടു, ഹരിയാനയിൽ പരാജയപ്പെട്ടു, ഛത്തീസ്ഗഡിൽ പരാജയപ്പെട്ടു, മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു. ഈ പരാജയങ്ങളെല്ലാം ഉണ്ടായത് ഇന്ത്യ മുന്നണിയുടെ അനൈക്യം കൊണ്ടാണ്. എന്നാൽ ബീഹാറിൽ ഇതിൽ നിന്ന് വ്യതിരിക്തമായി ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം ഒരുമിപ്പിച്ച് നിർത്താൻ അവിടുത്തെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. RJD, കോൺഗ്രസ്, CPI, CPIM, CPIML എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാഗഠബന്ധൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് അതൊരു ഫോർമിഡബിൾ ഫോഴ്സാണ്. എതിർവശത്തുള്ളത് ഒരു ഫോർമിഡബിൾ ഫോഴ്സ് തന്നെയാണ്. BJP, JDU, LJP എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സഖ്യമാണ്. പക്ഷേ 18 ലോക്സഭാ ഇലക്ഷന് ശേഷം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇത്ര ആവേശപൂർവ്വം ഒരുമിച്ച് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും BJP, JDU, LJP മുന്നണി ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഈ ഒരു ഐക്യം കൊണ്ട്. രണ്ടാമത്തെ അതിൻ്റെ ഒരു പോളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം തന്നെയാണ്. രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ വോട്ട് പ്രശ്നം ഉന്നയിച്ചതിന് ശേഷം ബീഹാറിലേക്ക് വരികയാണ്. ആ വരവ് തന്നെ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു ബീഹാറിലെ ആകെ ജനസംഖ്യയുടെ 7%, ഔദ്യോഗികമായിട്ട് അവർ പറയുന്ന 65 ലക്ഷം പേരെ ഒഴിവാക്കി എന്നുള്ളതാണ്. പരമാവധി ആളുകളെ വോട്ട് ചേർത്ത് വിജയിപ്പിക്കുക, ഇലക്ട്രൽ പ്രോസസ്സിൽ പങ്കെടുപ്പിക്കുക എന്നതിന് പകരം റൂറൽ പൂവർ, മൈഗ്രൻസ്, ന്യൂനപക്ഷങ്ങൾ, കുടിയേറ്റക്കാർ, ദരിദ്രർ, ഇവരെയെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. കർണാടകയിൽ നടത്തിയത് വ്യാജ വോട്ടർമാരെ ചേർത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ ബീഹാറിൽ പരമാവധി വോട്ടർമാരെ, പാവപ്പെട്ടവരെ ഒഴിവാക്കുക എന്നുള്ള തീരുമാനമാണ് എടുത്തത്. അതിനെതിരെ നമ്മുടെ ഇലക്ട്രൽ പോളിറ്റിക്സിൽ എല്ലാവർക്കും 1 person 1 vote എന്നുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉറപ്പിക്കണം എന്നുള്ള ഒരു സ്ലോഗൻ നമ്മുടെ ദൈനംദിന
രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ ഡെമോക്രസിയെ ബാധിക്കുന്ന ഒരു മൗലിക പ്രശ്നം രാഹുൽ ഗാന്ധി ഉയർത്തിയെന്നുള്ളതും ഈ യാത്രയുടെ ഒരു പ്രാധാന്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഒക്ടോബർ മാസത്തിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ അധികാര യാത്ര, പ്രത്യേകിച്ചും ബീഹാറിൽ വലിയ സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ പോലും, ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പോലും അതിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് വളരെ സഹായകരമാണ്. അവരുടെ വിജയത്തിനും അത് സഹായിക്കുമെന്ന് തോന്നുന്നു. ശരി, തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എം മനുപ്രസാദ്, ഒരു കോൺഗ്രസ് ജാഥയായി തുടങ്ങിയ ഒരു മൂവ്മെന്റായി പരിണമിച്ച ഒന്നാണ് വോട്ടർ അധികാർ യാത്ര എന്ന് വിലയിരുത്തപ്പെടുന്നു. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ 70കളിൽ ജയപ്രകാശ് നാരായൺ ബീഹാറിൽ നിന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ വലിയ മൂവ്മെന്റിന് നേതൃത്വം നൽകിയതുപോലെ ഒരു പക്ഷേ ബീഹാറിൽ നിന്ന് രാഹുൽ ഗാന്ധി പാൻ ഇന്ത്യ മൂവ്മെന്റിന് നേതൃത്വം നൽകുകയാകാം. അതിന്റെ തുടക്കമാകാം. ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ട്വിസ്റ്റ് ആകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും ഒടുവിൽ വന്ന സി വോട്ടറിന്റെ സർവേ അനുസരിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗിലാണ് നരേന്ദ്രമോദി നിൽക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ BJPയുടെ പോപ്പുലാരിറ്റി റേറ്റിംഗ് താഴേക്ക് പോകുന്നു. കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിലടക്കം, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വീഡിയോ നമ്മൾ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കമ്പയർ ചെയ്താൽ അത് രാഹുൽ ഗാന്ധിയുടേതാണ്. ഒരു മൂവ്മെന്റ് ബീഹാറിൽ നിന്ന് ഉദിച്ചു വരികയാണോ? അല്ല, അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാറിലാണ് ശരിക്കും ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഒരു കുടുംബത്തിലൊരാൾക്ക്, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സംസാരിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഭരണഘടനയെയും അതുപോലെ തന്നെ ജനാധിപത്യത്തെയും ഒക്കെ ചവിട്ടിമെതിച്ച ഒരു സംഭവം രാജ്യത്തുണ്ടാകുന്ന അടിയന്തരാവസ്ഥ, അതിൻ്റെയൊക്കെ പ്രക്ഷോഭ കാലഘട്ടങ്ങളുടെ തീവ്രമായ ഏടുകൾ എഴുതി ചേർത്ത സ്ഥലമാണ് ബീഹാർ. അപ്പോൾ ബീഹാറിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ആരാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്, ആരാണ് ഭരണഘടനയെ ചോദ്യം ചെയ്തത്, ആരാണ് ജനാധിപത്യ അവകാശങ്ങളൊക്കെ ധ്വംസനം നടത്തിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഇടം കൂടിയാണ് ബീഹാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഉയർന്നു വരുമോ? കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി അദ്ദേഹവും പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒരു ലീഡറായി മാറാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആളുകൾ അണിനിരക്കുകയാണ്. കഴിഞ്ഞ സമരങ്ങളെപ്പോലെ, കഴിഞ്ഞ പ്രക്ഷോഭങ്ങളെപ്പോലൊന്നും അല്ല, അദ്ദേഹം ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം ഇത് അസ്തമിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിന് ശേഷം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇവർ പറയും രാഹുൽ ഗാന്ധി വീണ്ടും അടുത്തൊരു പരിപാടിയിൽ ഉയർന്നു വരും. ഞാനത് പറയാൻ കാര്യം, ഇതിനു മുമ്പ് നടന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികളിലും രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആവർത്തിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ? 240 സീറ്റിലേക്ക് BJP ചുരുങ്ങുന്നു. 2014-ലും 2019-ലും തനിച്ച് കേവല ഭൂരിപക്ഷം നേടിയ, ഇത്തവണ 400 പാർ നേടാൻ വേണ്ടി ഉദ്ദേശിച്ച നിങ്ങളുടെ പാർട്ടിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ 240 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. NDAക്ക് ആകെ 293 സീറ്റാണുള്ളത്. 293 എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ, പാർലമെന്ററി ജനാധിപത്യത്തിൽ വലിയ സീറ്റ് തന്നെയാണ് ഒരു മുന്നണിയെ സംബന്ധിച്ച്. ഞാൻ അതല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതീതി എന്ന് പറയുന്നത് 400 കടന്ന് 435ലേക്ക് കുതിക്കുന്നു എന്ന മട്ടിലാണ്. രാഹുൽ ഗാന്ധിയുടെ 2 യാത്രകളാണ് അതിന് ഇന്ധനം പകർന്നത്. പ്രതിപക്ഷത്തിന് തിരിച്ചുവരവിന് കോൺഗ്രസ് ഇന്ന് 100 MP-മാരുള്ള പാർട്ടിയാണ്. പ്രതിപക്ഷത്തിരുന്നോട്ടെ, അത് തന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ. ആ ഇന്ധനം ബീഹാറിലും ഇപ്പോൾ നടക്കുന്ന യാത്ര പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. പ്രതിപക്ഷത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ, ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ തവണയെല്ലാം യാത്ര നടത്തി BJP തന്നെയാണ് ഭരണത്തിൽ വന്നതും അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്തു. ബീഹാറിലെ ഈ യാത്രയും അവരെ പ്രതിപക്ഷത്തിരുത്തും എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതുവരെയുള്ള അനുഭവം അതാണ്. ഇതും അങ്ങനെ ആയിക്കോട്ടെ. അത് തന്നെയാണ് ഞങ്ങളും ആവർത്തിച്ച് പറയുന്നത്. ബീഹാറിൽ കണ്ണിൽ പൊടിയിട്ട് ജയിക്കാം എന്നവർ പറയുന്നത് അസ്തമിക്കാൻ പോവുകയാണ്. അങ്ങനെ സംഭവിക്കാനും പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്രകളെല്ലാം പരാജയപ്പെട്ടതാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര പരാജയപ്പെട്ടതാണ് എന്ന് ബോധ്യമാവുന്ന എവിടെയെന്നറിയാമോ? ഇത്തരം യാത്രകൾ തുടങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിനിധികൾ പറയുന്നത് ആവർത്തിച്ച് കേട്ടാൽ മതി. രാഹുൽ ഗാന്ധി ഇതുവരെ നടത്തിയ യാത്രകൾ പോലെ അല്ല എന്നാണ് അവർ പറഞ്ഞു തുടങ്ങുക. എങ്ങനെയാണ് ഇപ്പോൾ നടത്തുന്നത്? എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് വലിയ മുന്നേറ്റമാണ് എന്നവർ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഇതുവരെ നടത്തിയതെല്ലാം പരാജയമായിരുന്നു എന്നവർ പറയാതെ സമ്മതിക്കുകയും ഇനി ഞങ്ങൾ വിജയിക്കുമെന്ന് ശുഭപ്രതീക്ഷ വച്ച് പുലർത്തുകയുമാണ്. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ജനങ്ങളെ അഭിമുഖീകരിച്ച്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട്, ജനങ്ങളെ ശരിയായ രീതിയിൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ ചെപ്പടി വിദ്യകൾക്ക് മുന്നിൽ മുട്ടുമടക്കി കൊടുക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളിവിടെയുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാം. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും കുപ്രചരണങ്ങളെയെല്ലാം ജനം തള്ളിക്കളയുമെന്നുള്ളൊരു സംശയം. 2 മുന്നണിയുടെ പ്രത്യേകത എന്താണ്? ഒറ്റയ്ക്ക് നിന്നാൽ ഭരിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൽ നിന്ന്
ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. അതിനെ ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു മുഖ്യമന്ത്രി BJP ഇതുവരെ ഹിന്ദി ഹൃദയഭൂമിയിൽ അവതരിപ്പിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു BJP മുഖ്യമന്ത്രി ഇല്ലാത്ത സംസ്ഥാനമാണ് ബീഹാർ. BJP അവിടെ തനിച്ച് നിന്നാൽ ജയിക്കോ? ഇല്ല. അവിടെ നിതീഷ് കുമാറിന്റെ പഴയ 2 സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ LJP-യുടെ രാംവിലാസ് പാസ്വാന്റെ LJP-യുടെയും നിതീഷ് കുമാറിന്റെയും തോളിൽ 2 തോളിലും കൈവച്ചിട്ടേ BJPക്ക് അവിടെ നിൽക്കാൻ പറ്റൂ. കോൺഗ്രസ് മുന്നണി ഇല്ലാതെ ഒറ്റയ്ക്ക് ജയിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അല്ല, കോൺഗ്രസിനെ ആളുകളെല്ലാം കൂടെ അല്ല അഭിലാഷ്, ഒരൊറ്റ സംസ്ഥാനം പറയും. അല്ല, കോൺഗ്രസ് മുന്നണി ഇല്ലാതെ ഭരിക്കുന്ന സംസ്ഥാനം ഇല്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഞങ്ങളുണ്ട്. താങ്കളുടെ വാദത്തിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് ചെയ്തത്. ഇവിടെ നിന്ന് കർണാടകയിൽ മുന്നണിയൊക്കെ ഉണ്ട് അവർക്ക്. ഇപ്പോഴാണ് മാറി. മുന്നണി രാഷ്ട്രീയത്തിന്റെ SDPI ഉൾപ്പെടെയുള്ള മുന്നണി ഉണ്ടായിരുന്നു. SDPI ഉൾപ്പെടെയുള്ള മുന്നണി ഉണ്ട്. നൗഷാദ്, SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട്. കർണാടകയിൽ SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട്. ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട്. അല്ല, SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട് കർണാടകയിൽ. SDPI ഉൾപ്പെടെയുണ്ട്. എന്ത് പറയാൻ? അല്ല, എന്ന് പറഞ്ഞാൽ തെളിവ് തരത്തുകയാണ്. SDPI ഉൾപ്പെടെയുള്ള മുന്നണിയാണ്. CPIയും CPM ഒക്കെ നിങ്ങളെ മുന്നണിയാണ്. ഈ പറഞ്ഞ പല സ്ഥലത്തും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPI. ഇവിടെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഇവിടെ നിങ്ങൾ ഇവിടുത്തെ പ്രശ്നം മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരൊക്കെ മന്ത്രിസഭയുടെ ഭാഗമാണെന്ന് കൂടി പറയാൻ അനിവാര്യതയാണ്. അപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് മുന്നണികളല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി തനിയെ ജയിക്കുന്ന കാലം പതിറ്റാണ്ടുകളായി ഇല്ല. അതൊരു അടിസ്ഥാനപരമായ വസ്തുതയാണ്. നിതീഷ് കുമാറിന് അവിടെ തന്നെ ജയിക്കാൻ കഴിയില്ല. BJPക്ക് ഇതൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് വളരെ കാലമായി അധികാരത്തിന് പുറത്താണ്. നിങ്ങൾ NDA മത്സരിക്കുന്നത് പോലെ അവിടെ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത്. എന്റെ ചോദ്യം ഞാൻ പറയുന്നത്, ഈ പറയുന്ന ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടേണ്ട സാഹചര്യം. ഇവര് പറഞ്ഞല്ലോ, ബദ്ധ വൈരികളായിരുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം രാജ്യത്തുണ്ടായി. പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം BJPയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ വോട്ട് ഭിന്നിച്ചു പോയിരിക്കാൻ എല്ലാവരെയും കൂട്ടിവെച്ച് മത്സരിപ്പിക്കുന്നു. അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചു. അവർ പല സ്ഥലത്തും അത് മുന്നോട്ട് കൊണ്ടുപോയതാണ്, പരാജയപ്പെട്ടതാണ്. NDA എന്ന നിലയിലാണ് BJP ബീഹാറിൽ മത്സരിക്കുന്നത്. ആ BJP അവിടെ വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്ര മാത്രമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ? രാഹുൽ ഗാന്ധി മാത്രമല്ല ഈ യാത്ര നയിച്ചത്. ശരി, കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു, പേര് ചർച്ച ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ദീപാങ്കർ ഭട്ടാചാര്യയും എല്ലാം ഈ യാത്രയുടെ മുഖമായിട്ടുണ്ട്. കേരളത്തിൽ കൂടുതൽ പ്രസക്തം രാഹുൽ ഗാന്ധിയാണല്ലോ. രാഹുൽ ഗാന്ധി തുടങ്ങിയ യാത്രയുമാണ്. ശ്രീ നൌഷാദ് അലി, ഈ ബീഹാറിനെ കുറിച്ച് താങ്കൾ അതിന്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു വേവ് പലയിടത്തും ഉണ്ടായി. ഉത്തർപ്രദേശിലുണ്ടായി, രാജസ്ഥാനിലുണ്ടായി, ഹരിയാനയിലുണ്ടായി. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ അത് തീരെ ഏശാത്ത ഒരു സംസ്ഥാനം ബീഹാറാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. RJDയും കോൺഗ്രസും ഇടത് പാർട്ടികളും ഒരുമിച്ച് നിന്നിട്ടും വളരെ ശക്തമായ മുന്നണി അവിടെ ഉണ്ടായിട്ടും അവിടെ കൃത്യമായി LJP, JDU, BJP സഖ്യത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ബീഹാറിൽ ഒരു കനത്ത തിരിച്ചടി NDA മുന്നണിക്ക് ഉണ്ടാവുമായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ ഭരണം തന്നെ മാറിപ്പോയനെ. അപ്പോൾ കഴിഞ്ഞ തവണ കൺസെൻസസ് ഉന്നയിച്ച് സംവിധാനം അപകടത്തിലാണ്, ഭരണഘടന അപകടത്തിലാണെന്ന ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് ഉത്തർപ്രദേശിലേതുപോലെ ചെലവാകാതിരുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. അഭിലാഷ് ചോദിച്ച ചോദ്യം പ്രസക്തമായതുകൊണ്ട് ഞാൻ പറയും. കാരണം ഈ രാജ്യത്ത് ഇപ്പോൾ കാണുന്ന ഇന്ത്യ മുന്നണിയുടെ സൂത്രധാരൻ, അത് ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ മുൻകൈയെടുത്ത ആളാരെന്ന് ചോദിച്ചാൽ നിതീഷ് കുമാർ ആയിരുന്നു. അങ്ങനെ ഒരു കപ്പിത്താൻ തന്നെ നിർണായക സമയത്ത് കൂറുമാറിപ്പോയ ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ ചില തിരിച്ചടികൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര വിജയം കിട്ടാത്തതിന് കാരണമാകും. കാരണം അവിടെ വട്ടപൂജ്യമായിരുന്നു. അത് 10-നടുത്ത് സീറ്റുകൾ ഇപ്പം നിലവിലുണ്ട്. ഞങ്ങൾ സ്ഥിതി മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. അതിൻ്റെ കാരണം ചിലപ്പോൾ നിതീഷ് കുമാറിൻ്റെ ഈ പറഞ്ഞ പ്രവൃത്തിയായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുകയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ. ഞാൻ അതവിടെ നിൽക്കട്ടെ. ഞാൻ അഭിലാഷിനോട് വേറൊരു വളരെ പ്രസക്തമായൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ രാജ്യത്തിപ്പോൾ BJPയെ സഹായിച്ചു പോരുന്ന ആളുകളൊക്കെ സമ്പൂർണ്ണമായിട്ട് അവർക്കെതിരാവുന്നൊരു കാഴ്ച സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ലോകത്തെ ഡയമണ്ട് വ്യാപാരത്തിൻ്റെ 90% കേന്ദ്രീകരിച്ചിരിക്കുന്നത് കട്ടിങ് ആൻഡ് പോളിഷിങ്, അത് സൂറത്തിലാണ്. ഈ സൂറത്തിലെ ഡയമണ്ടിൻ്റെ ഏറ്റവും വലിയ വിപണി എന്ന് പറഞ്ഞത് അമേരിക്കയാണ്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി തിരിവ് 50% ആയതോടുകൂടി മോദിയോടൊപ്പം അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആ സാധുക്കളും അവരെ ആശ്രയിച്ച് നിൽക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളും ഒക്കെ പെരുവഴി ആധാരമാകാൻ പോവുകയാണ്. കാർഷിക രംഗം അതുപോലെ സമ്പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ അമേരിക്കയെ
പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂടെ കൂടി ചൈനയെ എതിർത്തിട്ട് ഇപ്പോൾ അവരെ വിട്ടപ്പോൾ ചൈനയുടെ കൂടെയൊക്കെ കൂടുന്ന നയതന്ത്രമൊക്കെയാണ് ഈ പറഞ്ഞ മോഡി സർക്കാരും BJP സർക്കാരൊക്കെ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇരകളായിട്ട് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ തലയിലൊന്നും വർഗീയത പട്ടിണിയാവുമ്പോൾ സ്വന്തം അസ്തിത്വം തകരുമ്പോൾ വിലപ്പോവുകയില്ല. അത് BJPന് എന്ത് മെനക്കെട്ടിട്ടും കാര്യമില്ല. ഏത് മുസ്ലിം വിരുദ്ധത പയറ്റിയാലും അവരൊക്കെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ട് അത് ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരൊക്കെ എതിരാവുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ മോഡിയെ പിന്തള്ളി രാഹുൽ ഗാന്ധി മുന്നേറുന്നത്. എല്ലാ ഈ പറഞ്ഞ ഗോഡി മീഡിയകൾ നടത്തുന്ന സർവേകളിൽ പോലും മോഡിയുടെ നിലവാരം ഇടിഞ്ഞിടിഞ്ഞ് വരുന്നത്, പല ആളുകളും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നത്, അത്തരത്തിൽ പുതിയൊരു ഉണർവ് ഈ രാജ്യത്തുണ്ടാകുന്നുണ്ട്. പിന്നെ BJPയുടെ പ്രതിനിധികളൊക്കെ ഞങ്ങൾ ബീഹാറും ജയിക്കും, ഞങ്ങൾ UPയും ജയിക്കും, ഞങ്ങൾ ഗുജറാത്തും ജയിക്കും എന്നൊക്കെ അവർ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ആത്മവിശ്വാസം എന്താണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായൊരു സന്ദർഭം കൂടിയാണിത്. കാരണം ഈ കളിയുടെ റഫറിയും അമ്പയറും ഒക്കെ അവരുടെ കൂടെ ഫോർവേഡ് കളിക്കുകയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. 90 ലക്ഷം ആളുകളുടെ വോട്ട്. യോഗേന്ദ്ര യാദവ് ഒരു രാഷ്ട്രീയ വിശകലനത്തിന്റെ കാര്യത്തിൽ ഏറെ വിശ്വാസ്യതയുള്ള ഒരാളാണ്. അദ്ദേഹമാണ് പറയുന്നത് 90 ലക്ഷം വോട്ട് ബീഹാറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു എന്ന്. അങ്ങനെയൊക്കെ കളം വെടിപ്പാക്കി BJPക്ക് സ്വന്തമായിട്ട് മുന്നേറാൻ എതിർ പോസ്റ്റിലെ ഗോളിയൊക്കെ പിന്നെ അയോഗ്യത കൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിയാണ് ഇവർ ഈ പറയുന്ന ആത്മവിശ്വാസമൊക്കെ. പക്ഷേ ഈ തട്ടിപ്പിന്ന് ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് BJP ഒരു R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തി പുതിയൊരു 19ാമത്തെ അടവുമായിട്ട് വരുന്നത് വരെയെങ്കിലും ഇന്ത്യയുടെ ജനാധിപത്യം സുരക്ഷിതമാണ്. അതിനിടയിൽ ഇവിടെ ഒരു സമ്പൂർണ്ണ മാറ്റമുണ്ടായി. BJPക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയാണ് തങ്ങളുടെയൊക്കെ നിലനിൽപ്പിന്റെ ആധാരശില എന്ന് രാജ്യത്തെ BJP ഇതര പാർട്ടികൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു സന്ദർഭമാണിത്. നിങ്ങൾ നോക്കുക, പിന്നെ ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിഞ്ഞു എന്ന് കൂട്ടുക. ഈ JDU എന്നൊരു പാർട്ടിയെ BJP വിഴുങ്ങുകയില്ലേ? നിതീഷ് കുമാർ ജീവിത സായാഹ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രായഗണന വെച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെയും ജനതാദൾ യുവിനെയൊക്കെ വിഴുങ്ങുക എന്നുള്ളതാണ് BJPയുടെ ആത്യന്തിക ലക്ഷ്യം. അവരെ ഇവിടെ പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ ശിവസേനയെ വിഴുങ്ങിയത് അത്തരത്തിലാണ്. എല്ലായിടങ്ങളിലും സഖ്യകക്ഷികൾ അത്തരത്തിൽ വിഴുങ്ങുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അടക്കമുള്ളവർ മനസ്സാ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അവർക്കൊക്കെ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള അതിൻ്റെ ഒരു പൈതൃകം പിന്നെ പാരമ്പര്യമൊക്കെ പേറുന്ന ആളുകളാണ് അവർ. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അതുകൊണ്ട് ഈ യുദ്ധം വിജയിക്കുമെന്ന് പറയുന്നത് ഇത് ജനപിന്തുണ കണ്ടാണ്, ജനങ്ങളുടെ ആവശ്യമായി മാറുകയാണ്. ഇവിടെ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. BJPക്കാണ് കൂടുതൽ വോട്ടും സീറ്റ് കിട്ടുന്നതെങ്കിൽ അവർ ഭരിക്കട്ടെ, കോൺഗ്രസിനാണെങ്കിൽ അവർ ഭരിക്കട്ടെ. അത്തരത്തിൽ നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയം ഇവിടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ഒരു മനുഷ്യരും ഉണ്ടാവുകയില്ല. BJP മസ്തിഷ്കം തീരെഴുതി വാങ്ങിയ ന്യൂനപക്ഷം ഒഴിച്ച്. അതുകൊണ്ട് ഈ വലിയ ഭൂരിപക്ഷത്തിന്റെ മുന്നേറ്റത്തിന് രാഹുൽ ഗാന്ധി നെടുനായകത്വം വഹിക്കുകയാണ്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും അഭിലാഷ്. ശരി, ഓക്കെ. ഇതിൽ ഇന്ന് നടന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ബീഹാറിലെ SIR കരട് SIR ഒബ്ജക്ഷൻസ് ഉള്ള ആളുകൾക്ക് ആ ഒബ്ജക്ഷൻസ് രേഖപ്പെടുത്താൻ അന്തിമ വോട്ടർ പട്ടിക വരുന്നത് വരെ സമയമുണ്ട്. സെപ്റ്റംബർ 1 ഇന്നായിരുന്നു. സെപ്റ്റംബർ 1 കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ഇനി ഒബ്ജക്ഷൻസ് ഉന്നയിച്ചുകൂടാ എന്നില്ല എന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. രണ്ടാമത്തെ കാര്യം, റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, ഇപ്പോഴത്തെ കരട് SIR 1,80,000 ഇരട്ട വോട്ടുകൾ, 39 മണ്ഡലം മാത്രം പരിശോധിക്കുമ്പോൾ 1,80,000 ഇരട്ട വോട്ടുകൾ ഇപ്പോഴത്തെ ശുദ്ധീകരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്ന SIR ഉണ്ട് എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. ശ്രീ വർഗീസ് ജോർജ്, രാഹുൽ ഗാന്ധിയുടെ ഈ ജാഥ ഒരു മാസ് മൂവ്മെന്റായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിയുമോ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ RJDയെ സംബന്ധിച്ച് MY ഇക്വേഷൻ അപ്പുറം പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അവിടെ ദലിത് വോട്ടുകൾ ഉത്തർപ്രദേശിൽ അത് SP കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയെങ്കിൽ LJPയുടെ കയ്യിൽ വളരെ ഭദ്രമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. അത് ബീഹാറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ ഇതര OBC വിഭാഗങ്ങളുടെ വോട്ടുകൾ BJPയിലേക്കും അതുപോലെ തന്നെ നിശ്ചയമായിട്ടും അവിടെ JDUവിലേക്കും കുർമി വിഭാഗത്തിന്റെ മാത്രമല്ല മറ്റ് OBC വിഭാഗങ്ങളുടെ വോട്ടും വളരെ ഭദ്രമാണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് കൃത്യമായി BJPയും JDUവും പയറ്റുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് രാഹുലിന്റെ ഈ യാത്രയിൽ ആളുണ്ട്, തേജസ്വിയുടെ യാത്രയിൽ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു മാസ് മൂവ്മെന്റ് ആയി പരിണമിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അഭിലാഷ, ഈ യാത്രയ്ക്ക് തന്നെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് റിവിഷൻ്റെ ഘട്ടത്തിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പല കാര്യങ്ങളിലും നിർബന്ധ ബുദ്ധി കാണിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്തിരുന്ന ID സ്വീകരിക്കത്തില്ല, ആധാർ സ്വീകരിക്കത്തില്ല. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ, ഇന്ത്യ മുന്നണിയുടെയൊക്കെ സമ്മർദ്ദം വന്നപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ആധാർ സ്വീകരിക്കേണ്ടി വന്നു.
അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു 65 ലക്ഷം പേരെ ഒഴിവാക്കിയത്, ആ ലിസ്റ്റ് ഞങ്ങൾ ആർക്കും പുറത്ത് പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ സമ്മർദ്ദം കൂടി വന്നപ്പോൾ ആ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ നിർബന്ധിതമായി. ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നു. അവസാന ദിവസം വരെ കൂടുതൽ ആളുകളുടെ പെറ്റീഷൻസ് പരിശോധിക്കാനും ആളുകളെ ചേർക്കാനും. ഇത് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സാണ്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ജനുവിനായ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ നമ്മുടെ കോടതികളിലും നമ്മുടെ ഭരണ സംവിധാനങ്ങളും അത് സ്വീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ ജാഥ ഒരു നമ്മുടെ ഡെമോക്രസിയെ നിരന്തരം വികസനമാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത് അഭിലാഷ് ചോദിച്ചത് RJD കോൺഗ്രസ് സഖ്യത്തിന് ഒരു കോൺഫിഡൻസ് ഇത്തവണ ഉള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല. അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് നിതീഷ് കുമാർ അധികാരത്തിലാണ്. അപ്പോൾ ബീഹാറിൻ്റെ ഒരു സാമ്പത്തിക സാമൂഹിക പരിസ്ഥിതി പരിശോധിച്ചാൽ ഇന്ത്യയിലേക്കും സോഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഒക്കെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിൽ ഒരു 5-ൽ ഒരാൾ ഇപ്പോൾ പലായനം ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലിയാണ്. കേരളത്തിൽ തന്നെ 5 ലക്ഷം പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, മനുഷ്യാന്തസ്സോടുകൂടി ഒരു ജീവിക്കാൻ ഇത്രയേറെ വിഭവങ്ങൾ, മെറ്റൽസും മിനറൽസും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് മിഡിൽ ക്ലാസ്സിന് പോലും അടുത്ത കാലത്ത് ഉണ്ടായ ഒരു തോന്നൽ, ഒരു ഗവൺമെൻറ് ഒന്ന് മാറണം, ഒരു പുതിയ ഗവൺമെൻറ് വേണമെന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇലക്ഷനെ ബാധിക്കുമെന്നാണ് പൊതുവെ സർവേകൾ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം RJD കോൺഗ്രസിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്ന കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. RJDയുടേത് പ്രധാനമായിട്ടും ഈ യാദവരും മുസ്ലിംസുമാണ്. അതോടൊപ്പം തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, വർക്കിംഗ് ക്ലാസ്, അവരെല്ലാം കൂട്ടുന്ന CPI, ML, CPI, CPM ഉണ്ട്. എന്നാൽ അപ്പുറത്ത് നടക്കുന്നത് ഹൈകാസ്റ്റിൻ്റെ ഒരു ഡോമിനേഷൻ ഉണ്ട്. രജപുത്ര, ഭൂമികാർ ഇവരെല്ലാമാണല്ലോ BJP എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരിക്കും ദിസ് ഈസ് എ ക്ലാസ് സ്ട്രഗിൾ ഇൻ ദ ഫോം ഓഫ് കാസ്റ്റ് എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കും. കാരണം മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ അവരെ എല്ലാം ഉൾക്കൊള്ളുന്നതിന് പകരം ഇലക്ഷനിലൂടെ അവരെ ഒഴിവാക്കുക, ഇതൊരു പ്രത്യേകിച്ച് ഞങ്ങളവിടെ പാറ്റ്നയിൽ ചെന്നപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യം, അവരോട് പറഞ്ഞിരിക്കുന്നത് പാസ്പോർട്ട് കൊണ്ടുവരണം. എത്ര പേർക്ക് പാസ്പോർട്ടുണ്ട്? മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. എത്ര പേർക്ക് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്? ലാൻഡ് റെക്കോർഡ്സ് കൊണ്ടുവരണം. ആധാറും ID ഒന്നും സ്വീകരിക്കത്തില്ല. അപ്പോൾ ശരിക്കും പൂവറിനെ ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലൂടെ വന്നതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ അഭിലാഷിൻ്റെ തുടക്കത്തിലാണെന്നോ അതോ നൗഷാദ് അലിയുണ്ട്, ഒരു ഡെമോക്രസിക്ക് വേണ്ടിയുള്ള വലിയ ആസ്പിറേഷൻസ് ഉള്ള ഒരു സമൂഹമാണ്. എത്ര പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല, പക്ഷേ വോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ഇവിടെ BJPയുടെ പ്രകൃതി പറഞ്ഞ പോലെ വലിയൊരു മൊമെൻ്റം നടന്നത് അവിടെയാണ്. മണ്ഡൽ കമ്മീഷൻ്റെ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ റിസർജൻസ് നടന്നത് അവിടെയാണ്. ഏറ്റവും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ 67 സോഷ്യലിസ്റ്റ് പാർട്ടി കർപ്പൂരി താക്കൂറിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ ഉണ്ടായ വലിയൊരു മുന്നേറ്റം. അതുകൊണ്ട് എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഡെമോക്രസിയെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ ത്വര അവിടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന മുസ്ലിം യാദവ ക്ലാസ്സസ് മാത്രമല്ല, ഉപരിവിഭാഗത്തിലെ ഉന്നത ജാതികളിലെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സസ് ഉൾപ്പെടെയുള്ളവർ ബീഹാറിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. BJP പ്രതി ഈ മുന്നണിയെക്കുറിച്ച് പറയുന്നു. ഒരു സെക്കൻഡ് കൂടി ഈ മുന്നണിയെക്കുറിച്ച് പറയുകയുണ്ടായി. BJPയും ഈ 25 BJPയുടെ ഗവൺമെൻറ്റിൽ, കഴിഞ്ഞ ഗവൺമെൻറ്റിൽ 25ഓളം രാഷ്ട്രീയ പാർട്ടികളായിരുന്നു അവിടെ മുന്നണിയിലുണ്ടായിരുന്നത്. വാജ്പേയിയുടെ ഗവൺമെൻറ്റിൽ 24 പാർട്ടികൾ മുന്നണിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മുന്നണി എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പോളിറ്റിക്സിലെ നാഷണൽ പോളിറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അഭിലാഷാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അവർ 400 സീറ്റിൽ കൂടുതൽ ജയിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഒരു സ്റ്റാൻഡിങ് ഡിഫീറ്റ് അവർക്ക് ഉണ്ടായത് 240 സീറ്റേ കിട്ടിയുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. അവരുടെ വോട്ട് ശതമാനം 37% നിന്ന് 36%. 17 ലോക്സഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അവർക്ക് 63 MPമാരുടെ കുറവ് വന്നു. അപ്പോൾ അവർ മനസ്സിലാക്കി ശരി എന്നാൽ ഇലക്ഷനെ തന്നെ അങ്ങ് ശരിപ്പെടുത്താമെന്ന് കരുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി. 1 നേഷൻ 1 പോൾ എന്നുള്ള ആശയം അവർ കൊണ്ടുവന്നു. ഇപ്പോൾ വോട്ടർ പട്ടിക ഒരു ക്ലെൻസിങ് ആണ്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ V. മനുപ്രസാദ്, നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇലക്ഷൻ പൊളിറ്റിക്സിൽ എന്ത് ചലനമുണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങൾ
ജനങ്ങൾക്ക് വിടാം. പക്ഷേ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ നിലപാട് സ്വീകരിച്ചത് തൊട്ടെന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നത് മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ ബീഹാറിലെ SIR സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര തവണ ഗോൾ പോസ്റ്റ് മാറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ഈ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നില്ലല്ലോ. സുപ്രീം കോടതി ഉത്തരവിടുന്നു, 65 ലക്ഷം പേരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. സുപ്രീം കോടതി കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നു. പഞ്ചായത്ത് തലങ്ങളിൽ, ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ കൃത്യമായി ഇത് പ്രദർശിപ്പിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കുന്നു. കമ്മീഷൻ അത് കേൾക്കേണ്ടി വരുന്നു. സ്വമേധയാ ചെയ്യേണ്ട കാര്യമായിരുന്നു. സുപ്രീം കോടതി ഇടപെടുന്നു, കമ്മീഷൻ കേൾക്കുന്നു. ആധാർ ഇത് ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചലഞ്ച് ചെയ്യാൻ ആധാർ കൊണ്ടുവന്നാൽ മതി എന്ന് സുപ്രീം കോടതി പറയുന്നു, കേൾക്കേണ്ടി വരുന്നു. ഇപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ സ്വമേധയാ തന്നെ സുപ്രീം കോടതിയിൽ പറയാണ് സെപ്റ്റംബർ 1 എന്നുള്ള ഡെഡ് ലൈൻ അവിടെയുണ്ട്. പക്ഷേ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വരെ, അതായത് നോമിനേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് വരെയുള്ള സമയമുണ്ട് എന്ന് കമ്മീഷൻ അങ്ങോട്ട് സമ്മതിക്കേണ്ടി വരികയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി കൊളുത്തിയ അഗ്നി പൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മാറ്റേണ്ടി വന്നു. അഭിലാഷ്, അങ്ങ് പറഞ്ഞത് തന്നെ മുഖവിലക്കെടുത്താൽ എത്രമാത്രം ക്ലാരിറ്റി ആയിരിക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവല്ല ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് പറഞ്ഞു തന്നെ മുഖവിലക്കെടുത്തോളൂ. എത്രമാത്രം ക്ലാരിറ്റി അവർക്കുണ്ടായിരിക്കും. ഒന്ന് ഇവിടെ സൂചിപ്പിച്ചു, സുപ്രീം കോടതി ഇടപെട്ട് വരുത്തിയതാണ്, അവർക്ക് അത്രയും കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കൊണ്ടുവരൂ, ആധാർ വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ചേർക്കാനുള്ള അവസരം തരാം, അന്തിമ വോട്ടർ പട്ടിക വരുന്നതുവരെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യം പോലെയാണോ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും ആളുകൾ പുറത്തായപ്പെട്ടിട്ടുള്ളത്? എനിക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചിട്ട് 17,549 കോൺഗ്രസിൻ്റെ BLAമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ. 17,549 12ഓളം അംഗീകൃത ബീഹാറിലെ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ അതിൽ പങ്കാളികളായിരുന്നു. ഇത്രയും പേരടങ്ങുന്ന ഒരു വലിയ ടീമാണ് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയത്. ഈ ഘട്ടങ്ങളിൽ ഒന്നും രാഹുൽ ഗാന്ധിയോടോ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത്രയും പേർ ബൂത്ത് BLAമാരുണ്ടായിരുന്നു, അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ? അവരെന്തുകൊണ്ട് അത് അപ്പോൾ പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞില്ല. അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ല. ഇനിയും ഞാൻ പറയുന്നത് അത് അവസാനിച്ച ഒരു അധ്യായമായിരുന്നില്ല. ഇന്നലെ മുതൽ ഇന്നുവരെയും പരാതി കൊടുക്കാനുള്ള സാഹചര്യം നേരത്തെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടല്ല കേട്ടോ, അതെന്താണ് അങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെ അതിനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വീണ്ടും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ പറഞ്ഞു അത് വീണ്ടും തുടർന്നു നീട്ടിക്കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം ക്ലാരിറ്റി ഈ കാര്യത്തിൽ അവർക്കുണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രതിഷേധം കൊണ്ടോ സുപ്രീം കോടതി ഇടപെടൽ കൊണ്ടോ അല്ലല്ലോ, ഇതിനോടകം 1,24,738 ഒബ്ജക്ഷൻസ്, ചാലഞ്ചസ് ആണ് SIRുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. എന്നിട്ടും ഇന്നിപ്പോ പുറത്തു വന്ന വാർത്ത, എന്നിട്ടും വെറും 39 മണ്ഡലങ്ങളിലെ SIR പരിശോധിക്കുമ്പോൾ, കരട് SIR പരിശോധിക്കുമ്പോൾ അവിടെ 1,80,000 ഡ്യൂപ്ലിക്കേഷൻ. രണ്ട് വോട്ടർ ID ഉള്ള 1 ലക്ഷം ആളുകൾ ഇതിനോടകം കരട് SIRൽ തന്നെ പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ശുദ്ധീകരണമാണ് നടത്തുന്നത് എന്നത് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ഈ 65 ലക്ഷം പേരെ പുറത്ത് ആക്കുമ്പോൾ അവരിൽ വാലിഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇതിനോടകം തന്നെ 1,24,000 പരാതികൾ കിട്ടുന്നു. ആധാറുമായി വരുന്ന ആളുകൾക്ക് ഇനിയും അവസരം കൊടുക്കാവുന്നു. അപ്പൊ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൂടിയാണ് ഇനിയിപ്പോൾ വെളിവാവേണ്ടത്. അഭിലാഷ്, ഒരു പ്രൊപ്പഗാൻഡ സൃഷ്ടിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് പറയാൻ എനിക്ക് ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ഒരു അക്കാഡമിക്കൽ അന്തരീക്ഷത്തിൽ ഇത് പോകുന്നതുകൊണ്ട് അത്രയും ഇതിൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. 65 ലക്ഷം ആൾക്കാർ പുറത്തായി എന്നുള്ളത് പുറത്താക്കുന്ന സമയത്ത് നടന്ന നടപടിക്രമങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. 17,549 കോൺഗ്രസിന്റെ BLAമാർ, 12-ലധികം വരുന്ന വിവിധ അംഗീകൃതമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനം. ആ പ്രവർത്തനത്തിലും വീഴ്ചകളുണ്ടോ? ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ ഇപ്പോഴും അവസരങ്ങൾ ബാക്കി. ആരെയും ജയിലിലടച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ജയിലിലല്ല, ഇവിടുത്തെ മറ്റു ആളുകൾ ജയിലിലല്ല, മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടില്ല, അടിയന്തരാവസ്ഥയുടെ ഒരു അന്തരീക്ഷവും ഇല്ല. ഇന്ന് അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ആയിക്കോട്ടെ, പക്ഷെ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടല്ലോ. പക്ഷേ എവരുടെയൊന്നും കാലഘട്ടങ്ങളിൽ ഇത് ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് BJP അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവല്ല. പക്ഷേ ഇവിടെ നടന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രൊപ്പഗാൻഡ സൃഷ്ടിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് 65 ലക്ഷം പേരെ രാവിലെ ഒരു നിമിഷം വന്നിട്ട് രാത്രി അങ്ങ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കി എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ 17,549 കോൺഗ്രസിൻ്റെ BLAമാരും ഉറങ്ങുകയായിരുന്നോ? ഇതിൽ പങ്കാളികളായ 12 രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ഇല്ലേ? ആ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം പങ്കാളികളാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാരത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ കാര്യങ്ങൾ ഇടപെടൽ നടത്താനുള്ള അവകാശമുണ്ട്.
ആ അവകാശമാണ് വിനിയോഗിച്ചത്. ഇനി അതിൽ തെറ്റുകളുണ്ടെങ്കിൽ എങ്ങനെയാ പരിഹരിക്കുക? അതിനുള്ള സമയം കൊടുത്തു, 1 മാസം സമയം കൊടുത്തു. ഇന്ന് 1-ാം തീയതി വീണ്ടും സമയം നീട്ടിക്കൊടുത്തു. ഇനിയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഒരു പരാതി ഇല്ലേ? ഒന്നും പരിഹരിക്കാമല്ലേ? വീണ്ടും നീട്ടിത്തരാം. ഇനി ആധാറുകൾ ഉള്ളവർക്ക് വോട്ടർ പട്ടികയിൽ കൊടുക്കാൻ വേണ്ടി അന്തിമവിധി അല്ല, എന്നാൽ ഒരു പരാമർശമുണ്ട്. അതും പരിശോധിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കേണ്ടത്. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് BJP ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല, ചെയ്യണം. പക്ഷേ ഇതിൽ എവിടെയാണ് BJPക്ക് കുറ്റം? ഇതിൽ എന്താണ് അടിച്ചേർപ്പത്? ഇവിടെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ തവണ BJPക്ക് 400 സീറ്റ് കിട്ടുമെന്ന് BJPയും കോൺഗ്രസും എല്ലാവരും പറഞ്ഞു. പക്ഷേ 400 സീറ്റ് കിട്ടിയില്ല. പക്ഷേ ഭരിക്കാനുള്ള അവസരം മാത്രമാണ് ജനങ്ങൾ കൊടുത്തത്. കോൺഗ്രസിനെ ഭരിക്കേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്ന് ഇവിടെ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി BJP എന്നാണല്ലോ രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് ആരോപിച്ചത്. അങ്ങനെയാണെങ്കിൽ 400 എന്നുള്ളത് 500 സീറ്റ് കിട്ടേണ്ടതല്ലേ? അങ്ങനെയല്ലല്ലോ കിട്ടിയത്. നമ്മൾ കുറയുകയല്ലേ ചെയ്തത്. ഇവർ പറയുന്ന വെച്ചാൽ 2% വോട്ട് കുറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഞാൻ ചോദിക്കുന്നില്ല, BJPക്ക് കുറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് തിരുത്തലുകൾ നടത്തി ജനങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകും. ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ പറഞ്ഞ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും BJP പ്രതിപക്ഷത്തിരിക്കാനാണ് ജനങ്ങൾ തീരുമാനിച്ചത്. BJP പ്രതിപക്ഷത്തിരിക്കുന്നു. വോട്ട് ക്രമക്കേട് നടത്തിയിട്ടോ വോട്ട് ബൂത്ത് പിടിച്ചെടുത്തിട്ടോ ജയിക്കാനൊക്കെ ആണെങ്കിൽ അവിടെയും ഭരണപക്ഷത്ത് വന്നുകൂടെ? അപ്പോൾ എന്നും വിളിച്ചു പറഞ്ഞ് പ്രൊപ്പഗാൻഡ സൃഷ്ടിച്ച് അസ്ഥിരതപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഇവരുടെ സാഹചര്യം ഇനിയും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ലോകസഭയുടെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ മുന്നേറ്റം റിസൾട്ടിൽ ലീഡിങ്ങിൽ കാണിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. പിന്നീടാണ് അതിൻ്റെ കറക്റ്റായ റിസൾട്ട് വന്നപ്പോൾ അവരപ്പോൾ തന്നെ ആ പരിപാടി വിട്ടു. ഇനിയിപ്പോൾ മാർച്ചൊന്നും നടത്തണ്ട, ഇനി പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി. ആ പൊടി തട്ടിയെടുത്ത് വീണ്ടും അതേ ആരോപണത്തെ കൊണ്ടുവരികയാണ്. ജനങ്ങളുടെ ഇടയിൽ ഒരു അരാജകത്വമുണ്ട് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ പാനിക്കാക്കി അവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും തെരഞ്ഞെടുപ്പിലും ജനാധിപത്യ പ്രക്രിയയിലും വിശ്വാസം നഷ്ടപ്പെടുത്തി അവരെയെല്ലാം മാറ്റി നിർത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു പ്രൊപ്പഗൻഡയാണ് ഇവർ സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയപരമായി ജനാധിപത്യപരമായി ഇതിനെ പ്രതിരോധിക്കും. നിങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്കന്ന് ഇരിക്കാന്ന് അന്ന് മുന്നോട്ട് വെക്കാനുള്ള കള്ള ആരോപണങ്ങളുടെ മുന കൂട്ടി ശേഖരിക്കുന്ന സമീപനമാണോ ഇത് എന്ന് ഞങ്ങൾക്ക് ഇതുണ്ട്. ഞങ്ങൾക്ക് അതിൽ ആക്ഷേപം. ശരി, ഓക്കെ. ശ്രീ നൌഷാദ് അലി, ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന ഒരു സിംഗിൾ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 1,280,000 വ്യാജ വോട്ടുകൾ ഉണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ തന്നെ 11,965 ഡബിൾ വോട്ടുകളാണ്, 40,009 വ്യാജ അഡ്രസ്സുള്ള വോട്ടുകളാണ്, 4,132 വ്യക്തമായ ഫോട്ടോ ഇല്ലാത്തതാണ്, 10,452 ബൾക്ക് വോട്ടർമാരാണ്, ഒരിടത്ത് തന്നെ ഒരു കെട്ടിടത്തിൽ തന്നെ 70-80 ഒക്കെ എന്നുള്ള നിലയിൽ. ഫോം 6 വഴി കന്നി വോട്ടർമാരായി ചേർന്ന 33,692 പേർ. അവർ കന്നി വോട്ടർമാരായി എൻറോൾ ചെയ്യേണ്ട പ്രായത്തിലല്ല അവിടെ എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 1,00,000 എന്നായിരുന്നു. ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാകാമല്ലോ. ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന പ്രക്രിയ വഴി ഇതുപോലെയുള്ള ഡബിൾ വോട്ടർമാർ, അതല്ലെങ്കിൽ വ്യാജമായ അഡ്രസ്സോ തെറ്റായ അഡ്രസ്സോ കൊടുത്ത് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകൾ, ഫോട്ടോ വ്യക്തമല്ലാത്ത ആളുകൾ, ഇങ്ങനെ 2003 എന്ന ഒരു മാനക വർഷം തീരുമാനിച്ച് ഇത് ശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതീക്ഷ. ഇപ്പോൾ ഇന്നത്തെ ദിവസം അവസാന വോട്ടർ പട്ടിക പുറത്ത് ഇറങ്ങുന്നത് വരെയും ആളുകൾക്ക് അവസരമുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ SIR-മായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്നുണ്ടോ? ആധാർ അനുസരിച്ച് ചലഞ്ച് സ്വീകരിക്കും എന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ BJP-യുടെ സുഹൃത്ത് ഇവിടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഊഴത്തിൽ അദ്ദേഹം 3-4 തവണ ആവർത്തിച്ച് പറഞ്ഞു കോൺഗ്രസിന് 17,500-ലധികം BLA-മാരുണ്ട് എന്ന്. ഞാൻ അതിനെ ഇൻറ്റു 10 ആക്കുന്നു. 1,75,000 BLA-മാരുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അത്ര BLA ഉണ്ടായിട്ട് ഈ പറഞ്ഞ ആളുകളെയോ രാഷ്ട്രീയ പാർട്ടിയെയോ ബന്ധപ്പെട്ടവരെയോ അറിയിക്കാതെ ഏകാധിപത്യപരമായിട്ടൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ പെരുമാറിപ്പോയപ്പോഴാണ് അതിൻ്റെ ടെൻഡർ പീരീഡിൽ തന്നെ ഈ വലിയ ആരോപണങ്ങളുമായിട്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചാടി വീണത്, സുപ്രീം കോടതിയിൽ എത്തിയത്. സുപ്രീം കോടതി കണ്ണിരുട്ടിയും വടിയോങ്ങിയും ഓരോന്ന് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്ത് പോകുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് സുപ്രീം കോടതിയുടെ കൃത്യമായ മേൽനോട്ടവും ഈ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളുടെ ജാഗ്രതയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് നിഷ്പക്ഷമായിട്ട് പര്യവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അതുപോലെ തന്നെ മുകേഷ് സാഹ്നിയൊക്കെ അടക്കമുള്ള ആളുകൾ അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ചെയ്തികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം അഭിലാഷോട് ചോദിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ടർ പട്ടിക ഡിജിറ്റലായിട്ട് ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുക,
പിന്നെ അദ്ദേഹം പാർലമെന്റ് പ്രസംഗിച്ച്, നാട്ടിൽ വന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ച്, പത്രസമ്മേളനം നടത്തി, വീഡിയോ ചെയ്ത് വലിയ ചർച്ചയാവുമ്പോൾ അദ്ദേഹത്തിന് ഒരു 7 അടി നീളത്തിൽ ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷനും സാധ്യമാകാത്ത പിന്നെ 300 കിലോ കടലാസ് പിണ്ടം കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ അരിച്ചു പെറുക്കി 6 മാസം കൊണ്ട് അതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഈ പറഞ്ഞ ക്രമക്കേടുകളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. ഇത്ര വലിയ അന്തസ്സും ജനാധിപത്യ മര്യാദയും ആഭിജാത്യവും ഒക്കെ ഉള്ള നിഷ്പക്ഷരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെങ്കിലും അദ്ദേഹം ചോദിച്ച ആ ഡിജിറ്റൽ കോപ്പി ഒന്ന് കൊടുക്കണ്ടേ? അതിനുപോലും മനസ്സില്ലാത്ത, മടിയിൽ കനമുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ 17,500 BLA-മാരുണ്ട് എന്ന്. 17,500 അല്ല, 17 ലക്ഷം BLA-മാരുണ്ടായിട്ട് എന്ത് കാര്യമാണ് സ്നേഹിത? ഇതൊക്കെ ഏകാധിപത്യപരമായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ BJP ഇതൊക്കെ പറയുമ്പോൾ ഈ 75-77 കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഒരു അടിയന്തരാവസ്ഥയെ താരതമ്യപ്പെടുത്തിയിട്ടാണ് അവർ ഈ രാജ്യം മുഴുവൻ കോൺഗ്രസും BJP ഇതര പാർട്ടികളൊക്കെ ഭരിച്ചിരുന്ന കാലത്തെ ഇവർ താരതമ്യപ്പെടുത്തുന്നത്. സ്നേഹിത, സ്വന്തം ആ രാഷ്ട്രീയ ശൈലിയെയും രീതികളെയും വിമർശിക്കുന്ന കാർട്ടൂണുകൾ ഒരാഴ്ച കാണാതിരുന്നാൽ കാർട്ടൂണിസ്റ്റിനെ വിളിച്ചു ചോദിച്ച് എന്താണ് എന്നെ വിമർശിക്കാത്തത് എന്ന് ചോദിച്ച ജനാധിപത്യത്തിൻ്റെ ഉദാത്ത പ്രതീകങ്ങൾ രൂപപ്പെടുത്തിയ, രൂപകൽപ്പന നടത്തിയ ഒരു ഇന്ത്യയാണിത്. എന്നാൽ ആ ഇന്ത്യയിലിരുന്നാണ് നിങ്ങൾ ഈ 75-77 മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെയൊക്കെ സമീകരിക്കുന്നത്. ആ കാലം ഒരു പ്രത്യേക കാലമായിരുന്നു. നമ്മൾ ഒരുപാട് പിന്നെ ഡിബേറ്റുകൾ അതിനെക്കുറിച്ച് നടത്തിയാണ്. ഞാൻ അതിലേക്ക് അത് ശരി തെറ്റുകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെള്ളം പൂശണ്ട. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഈ പടയൊരുക്കത്തിൻ്റെ നേട്ടം ഞാൻ നേരത്തെ പറഞ്ഞു അഭിലാഷ്. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ വെളിവാക്കപ്പെട്ട ഈ തട്ടിപ്പെങ്കിലും ഇവർ നടത്താതിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം കൊണ്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം അക്കമിട്ട് നിരത്തിയ ഈ ആരോപണങ്ങളിൽ ഒന്നിനു പോലും മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ മറുപടി പത്രസമ്മേളനത്തിൽ കഴിഞ്ഞിട്ടില്ല. എല്ലാം സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും, ഐരാവതം വെളുപ്പ് ആന കറുപ്പ് എന്ന മട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പത്രസമ്മേളനം അവസാനിപ്പിച്ച് പോകുന്ന കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി നേതാക്കൾ സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ അതൊക്കെ പൊളിച്ചടക്കുന്നുണ്ട്. അതിന് മറുപടിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വന്നിട്ടില്ല. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാത്തിൻ്റെയും കഥ ഇതാണ്. ED-യുടെ കഥയും ഇൻകം ടാക്സിൻ്റെ കഥയും പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ ഏജൻസികളുടെ കഥയും ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ CBI-യുടെ കഥയൊക്കെ ഇത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയിരിക്കുന്നു. നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ തട്ടിപ്പുകൾ ചെയ്യണം. നമ്മളൊക്കെ വളരെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയും പിന്നെ ഒരു ധാർമ്മിക ചിന്തയോടുകൂടിയൊക്കെയാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ അന്ന് ചൂണ്ടിക്കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞങ്ങളന്ന് അറിയാതെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഞങ്ങൾ അലസരായിട്ടുണ്ടാകാം. ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ടാകാം. അത് കരുതി ഇന്ന് ഇത് ബോധ്യമാകുമ്പോൾ ഉന്നയിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഉന്നയിക്കുമ്പോൾ അന്നത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നൊരു കാര്യം വെച്ചിട്ട് ഈ ചോദ്യത്തെ പിന്നെ പാട്രിയറ്റ് വിടുമ്പോൾ, സ്കഡ് വിടുമ്പോൾ പാട്രിയറ്റ് വിട്ട പോലെ ഇതിനെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളിതൊക്കെ പറയുന്നത് കേൾക്കുന്ന ജനങ്ങൾ അവർ രാഷ്ട്രീയ ഉത്ബുദ്ധതയും ജനാധിപത്യ പ്രബുദ്ധതയും ഉള്ളവരാണ്. അവർ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിൽ വീണ ആളുകളെല്ലാം നിങ്ങളുടെ അടിമകളല്ല. അവരിൽ ബഹുഭൂരിഭാഗം പേരും ഈ രാജ്യത്തൊരു മിനിമം നീതിബോധമുള്ള മനുഷ്യരാണ്. ഇത്തരത്തിൽ നീതിയും രാജധർമ്മവും തങ്ങളുടെ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മങ്ങളും അതിൻ്റെ ഒരു ആർഷഭാരത പൗരാണിക സംസ്കൃതി നമ്മെ പഠിപ്പിക്കുന്ന ഈ രാജധർമ്മവും ഈ പറഞ്ഞ നിഷ്പക്ഷതയൊക്കെ ഭരിക്കുന്നവർ കൈവെടിയുമ്പോൾ ഹിന്ദുമത വിശ്വാസികളാണ് അതിനെതിരെ ശബ്ദിച്ച് മുന്നോട്ട് വരിക. അവരുടെ പാരമ്പര്യം ഇത്തരത്തിൽ ചേർത്ത് പിടിക്കലിൻ്റെയും ജനാധിപത്യ മര്യാദയുടെയും സഹിഷ്ണുതയുടേതുമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഞാനീ പറഞ്ഞ ഗുജറാത്തിലും ഉണ്ടാവുന്നത്, ഈ പിന്നെ ബീഹാറിലും ഉണ്ടാവുന്നത്. സൂറത്ത് ഗുജറാത്തിലാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രാജ്യം മുഴുവൻ അത്തരത്തിലൊരു പശ്ചാത്തലത്തിലേക്ക് പോവുകയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം അഭിലാഷ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇറക്കുമതി താരിഫിന്റെ വിഷയത്തിന് മറികടക്കാൻ GST കുത്തനെ കുറക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ദീപാവലി സമ്മാനം എന്ന പേരിലൊക്കെ ആഗസ്റ്റ് 15 പ്രഖ്യാപിച്ചത്. അതോടുകൂടി രാജ്യത്തെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യം കട്ട പുകയാവാൻ പോവുകയാണ്. ഇത്തരത്തിൽ വലിയ തോതിലൊരു അരാജകത്വം
പല തലങ്ങളിലായിട്ട് ഈ സർക്കാർ ഇവിടെ സൃഷ്ടിക്കുകയാണ്. അത് അവരുടെ കോർപ്പറേറ്റ് പ്രീണനം കൊണ്ട് അവർക്ക് സംഭവിച്ചു പോകുന്ന വീഴ്ചകളാണ്. അതിന്റെ ഒന്നാമത്തെ ഇരയായിട്ട് ജനാധിപത്യപരമായി BJP മാറും. അതിന്റെ മുമ്പിൽ നിങ്ങളുടെ ഒരു പ്രയോഗങ്ങളും പൊടിക്കൈകളും വിലപ്പോവുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിലാഷ്. ശരി, ശ്രീ വർഗീസ് ജോർജ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. കാരണം ഹിമാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും പരാജയം ഉണ്ടാവുന്നു. ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിതാ ഈ വോട്ടധികാര യാത്രയോടുകൂടി കാണുന്നത് വളരെ ശക്തമായ ഒരു ഐക്യം ഉണ്ടാവുന്നത് പോലെ തോന്നുന്നു. അതിനൊരു പ്രതീതി ഉണ്ടാവുന്നു. എന്ന് മാത്രമല്ല, തേജസ്വി യാദവും സംഘവും മുഴുവൻ സമയവും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. ദീപാങ്കർ ഭട്ടാചാര്യയും ഇടത് നേതാക്കളും ഉണ്ടാവുന്നു. ഇന്ന് MA ബേബിയുടെ ഒരു പ്രസ്താവന ഇതൊരു തരംഗമാവും എന്നുള്ളതാണ്. എന്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ എതിരാളിയായിരുന്ന ആനി രാജ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരുമിച്ച് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത് കണ്ടു. അപ്പോൾ രാജ്യത്താകെ ഒരു പ്രതിപക്ഷ ഐക്യത്തിന്റെ കാഹളമായിട്ട് ഈ വോട്ടർ അധികാര യാത്ര മാറാൻ സാധ്യതയുണ്ടോ? കേവലം ഒരു യാന്ത്രികമായ പ്രതിപക്ഷ ഐക്യം മാത്രമല്ല, ഇതിനകത്തൊരു ഐഡിയോളജിയുടെ ഒരു എമർജൻസി കൂടി ഞാൻ കാണുന്നുണ്ട്. BJPയുടെ തീർച്ചയായിട്ടും ഒരു വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള പോളിറ്റിക്സാണ്. ഈ മജോറിറ്റി കമ്മ്യൂണലിസം ഹാസ് ബിക്കം ദ ഡോമിനൻ്റ് ഐഡിയോളജി. എങ്ങനെയാണ് നമ്മൾ ഈ മജോറിറ്റി കമ്മ്യൂണലിസത്തെ നേരിടുന്നതെന്നുള്ളതിന് ബീഹാർ ഒരു പാഠമാകുമെന്ന് എനിക്ക് തോന്നുന്നു. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ ഒരു സോഷ്യൽ ജസ്റ്റിസ് പോളിറ്റിക്സ്, ആ സോഷ്യൽ ജസ്റ്റിസ് പോളിറ്റിക്സിൻ്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ദളിതുകൾ, പിന്നോക്കക്കാരെ, ന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ, സ്ത്രീകൾ, അവരോടൊപ്പം ഉയർന്ന ജാതികളിലെ പുരോഗമനാശയക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ, അവരെല്ലാം കൂടെ ഒരുമിച്ച് അണിനിരക്കുന്ന ഒരു പോളിറ്റിക്സ് ബീഹാറിൽ കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണൽ പോളിറ്റിക്സിനെ നേരിടാൻ ലാലു പ്രസാദ് യാദവിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് പോളിറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രതിപക്ഷ ഐക്യം കൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് ഇലക്ഷൻസിൽ പരാജയമുണ്ടായത്. BJPക്ക് ലോക്സഭാ ഇലക്ഷനിലുണ്ടായ താരതമ്യേന കടുത്ത പ്രകടനത്തിന് ശേഷം ദേ വർ വിന്നിങ് ദി സ്റ്റേറ്റ് ഇലക്ഷൻസ് 1 by 1 വിത്ത് എ വെഞ്ചൻസ്. അവരെല്ലാ സ്റ്റേറ്റും പിടിച്ചെടുക്കുകയുണ്ടായി. അതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ അനൈക്യം തന്നെയായിരുന്നു. ഉദാഹരണത്തിന് ഹരിയാനയിൽ 32% വോട്ടാണ് അവിടെ അവർക്ക് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരുന്നത്. 2-3% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ NDA മുന്നണി വിജയിച്ചത്. അത് അനൈക്യം കൊണ്ട് മാത്രം സംഭവിച്ചാണ്. മഹാരാഷ്ട്രയിലെ ചെറിയ പാർട്ടികൾ, ബഹുജിത വഞ്ചിത പാർട്ടികൾ പോലെയുള്ളവർ ഇന്ത്യ മുന്നണിക്കാരോട് കെഞ്ചി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു 4-5 സീറ്റ് താ, ഇവിടുത്തെ ആവശ്യ ജനവിഭാഗങ്ങൾ. ആ ഇന്ത്യ മുന്നണിക്കാർ അവർക്ക് അങ്ങേയറ്റ അമിത വിശ്വാസമായിരുന്നു മഹാരാഷ്ട്ര ജയിക്കുമെന്ന്. അവർ സീറ്റ് കൊടുത്തില്ല. ഒടുവിൽ വഞ്ചിത ബഹുജിത മുന്നണി മത്സരിച്ച ഒരു സീറ്റിൽ ഇന്ത്യ മുന്നണി തോറ്റ 2000 വോട്ടിലാണ്. വഞ്ചിത ബഹുജന മുന്നണിയാണെങ്കിൽ 38,000 വോട്ട് പിടിച്ചു. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് ഇലക്ഷൻ പരിശോധിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആവശ്യമുണ്ട്. നമ്മൾ BJPയെ വിമർശിക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ സ്വയം വിമർശിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇപ്പോൾ വലിയ ഒരു പ്ലാറ്റ്ഫോം ബീഹാറിൽ രൂപപ്പെട്ടു എന്നുള്ളത് അഭിലാഷ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതെന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ളത് അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞതും നമ്മൾ പരിശോധിക്കേണ്ടത്. വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതല എന്താണ്? ഇലക്ഷൻ കമ്മീഷനല്ലേ വോട്ടർ പട്ടിക യഥാർത്ഥത്തിൽ തയ്യാറാക്കേണ്ടത്. 2003 ശേഷം ബീഹാറിൽ ഹൗസ് ടു ഹൗസ് നോമിനേഷൻ നടന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും ടീച്ചേഴ്സും വന്ന് വീടുകളിൽ വന്ന് നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അതിൻ്റെ ഒരു കോപ്പി നമുക്ക് തരും. 2003 ശേഷം അവിടെ ഹൗസ് ടു ഹൗസ് നോമിനേഷൻ നടന്നിട്ടില്ല. അപ്പോൾ 2003 ശേഷമുള്ളവർ വോട്ടർമാരാണെങ്കിൽ ദ ബർഡൻ ഓഫ് പ്രൂഫ്, ഞങ്ങൾ വോട്ടർമാരാണെന്ന് തെളിയിക്കേണ്ട ചുമതല വോട്ടർക്ക് തന്നെയാണ് വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് JDUവിൻ്റെ ഒരു MP തന്നെ പറഞ്ഞു, ഞാനൊരു വോട്ടറാണെന്ന് തെളിയിക്കണമെങ്കിൽ അതിനുള്ള രേഖകൾ തയ്യാറാക്കാൻ എനിക്ക് ഒരാഴ്ച തന്നെ വേണ്ടി വന്നു. പിന്നീടാണോ ഈ പാവപ്പെട്ട ജനലക്ഷങ്ങളുടെ കാര്യം എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ധർമ്മം നിർവഹിച്ചില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ, നൗഷാദിൽ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അവരങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതുപോലെ ദയനീയമായ ഒരു പത്രസമ്മേളനമായിരുന്നു അത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ അവർ ആ അർത്ഥത്തിൽ ഡെമോക്രാറ്റിക്കായിട്ട് സ്വീകരിക്കുകയും നമ്മുടെ ജനാധിപത്യത്തെ അർത്ഥപൂർണ്ണമാക്കാൻ അവരും തയ്യാറാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയുള്ളത്. ശരി, തീർച്ചയായിട്ടും നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ V. മനുപ്രസാദ്. ഇപ്പോൾ ബീഹാർ കഴിഞ്ഞാൽ
പിന്നെ അടുത്ത 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ കേരളം വിടും. കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ അടക്കമുള്ള നിർണായകമായ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടങ്ങളിലൊക്കെ SIR ഉണ്ടാവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നേരത്തെ ഫ്രാക്ചേർഡായി നിന്നിരുന്ന അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായിരുന്ന ഒരുപാട് പാർട്ടികളായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിലാണ്. അവർ വളരെ വളരെ ആവേശപൂർവ്വമോ അതല്ലെങ്കിൽ അതൊരു അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിയോ മുന്നോട്ട് പോകുന്നതാണ് ബീഹാറിൽ കണ്ടത്. അപ്പോൾ ബീഹാറിൻ്റെ മാതൃക പലയിടങ്ങളിലും ആവർത്തിക്കും. ആസാമിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ വോട്ട് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പുതിയ പ്രതിപക്ഷ ഐക്യത്തെ ഒരു വെല്ലുവിളിയായി BJP തിരിച്ചറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങൾ ഈ പ്രതിപക്ഷത്തെ ഐക്യത്തെയൊക്കെ പലതവണ നേരിട്ടവരാണ്. അത് നേരിട്ടതിൽ തന്നെയാണ് BJP ഈ തരത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് മറ്റു കുറുക്കുവഴികളൊന്നുമില്ല. ക്ഷേമപ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താക്കളെയും ഒക്കെ കാണുകയും BJPയുടെ ഭാഗമാക്കുകയും ചെയ്യുന്ന ശരിയായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം വെച്ചിട്ട് നിങ്ങൾ കോൺഗ്രസിനെ ഭരണഘടനാ വിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധരായി സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ വരയ്ക്കാത്തതിൻ്റെ പേരിൽ എന്തേ വരയ്ക്കാത്തത് ചോദിച്ചതാണ് ഞങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയെന്നാണ് പറഞ്ഞത്. എന്താ അടിയന്തരാവസ്ഥ എന്നറിയോ? ലക്ഷക്കണക്കിന് ആളുകളെ വന്ധീകരിച്ച, ആയിരക്കണക്കിന് ചേരി നിവാസികളെ വെടിവെച്ചു കൊന്ന, ഇന്ന് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നുണ്ടല്ലോ. യാത്ര നടത്തുന്ന കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞത് മരണപ്പെട്ടുപോയ പ്രധാനമന്ത്രിയുടെ അമ്മയെപ്പോലും അത്ര മോശമായി ചിത്രീകരിക്കുന്ന മലീമസ വർഗീസാറിനെ പോലെ വളരെ മുതിർന്ന ആളുകളോട് ഇരിക്കുന്നുണ്ട്. ആശയപരമായി ഞാൻ വിയോജിക്കില്ല, അദ്ദേഹത്തെ പ്രായത്തെ ബഹുമാനിക്കുന്നു. അങ്ങേക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണോ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ബീഹാറിലുണ്ടായത്? മരണപ്പെട്ടുപോയ പ്രധാനമന്ത്രിയുടെ അമ്മയെ വരെ അത്ര മോശമായി ചിത്രീകരിക്കുന്ന ഞാൻ അതല്ല അങ്ങനെ പറയാൻ പറ്റില്ല. ആ കോൺഗ്രസിൻ്റെ ആ റാലി ചെന്നെത്തിയ അപജയത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ അമ്മയെ വരെ മോശമായി ചിത്രീകരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും വീണ്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ജനാധിപത്യ സംരക്ഷണം ഈ രാജ്യത്ത് നിന്ന് നിലവിലുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിട്ടില്ല. പിന്നെ വർഗീയതയുടെ പേര് ചേർത്തൊക്കെ ഈ ആദർശത്തെയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ മുന്നണി പോരാളിയായിരുന്ന ജയപ്രകാശ് നാരായണൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ജനസംഘത്തിൻ്റെ വർഗീയവാദി പാർട്ടി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ വർഗീയവാദിയാണ് ഞാൻ, നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ ജയപ്രകാശ് നാരായണൻ ജീവിച്ചിരുന്ന നാടാണ് ബീഹാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ സർക്കാർ BJPയുടെ ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷകരുടെ വോട്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയിലൂടെ പാവപ്പെട്ട കർഷകരുടെ അടുത്തേക്ക് കൃത്യമായി വർഷത്തിൽ 6000 രൂപ എത്തിക്കുന്ന പദ്ധതി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഗ്യാസ് ഇല്ലാത്ത വീടുകളിൽ ഉജ്ജൽ യോജനയിലൂടെ ഗ്യാസ് കൊടുത്തതിൻ്റെ ഒരു പദ്ധതി ഞങ്ങൾക്ക് പറയാനുണ്ട്. സാധാരണക്കാരും ദരിദ്ര ജനവിഭാഗങ്ങളുമായ ജനങ്ങളുടെ അടുത്ത് നേരിട്ട് പോയി വോട്ട് ചോദിക്കാൻ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസിന് അതില്ല. കട്ടുമുടിച്ചതിന്റെയും രാജ്യത്തെ അപകടത്തിലാക്കിയതും മാത്രമേ കോൺഗ്രസിന് പറയാനുള്ളൂ. വളരെ കുറച്ച് സമയമാണ് എനിക്ക് കിട്ടിയത് ഈ കാര്യം. ശരി, 30 സെക്കൻഡ്. അഭിലാഷ്, ഇവിടെ ഇവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യ സമരത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസിന് എന്താ നിർമ്മാണത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് അതായത് ഇന്ത്യൻ പങ്കില്ലാത്ത ആളുകള് ഇതൊക്കെ വളരെ മോശം കാര്യമാണ്. ഇതൊക്കെ 75-77 കാലത്ത് അടിയന്തരാവസ്ഥയും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വിഭവം ദൗർലഭ്യമാണ്, അവരുടെ ആശയ ദാരിദ്ര്യമാണ്. ഇന്നത്തെ കാലത്ത് ഓരോ കാര്യത്തിലും ഉത്തരവില്ലാത്ത ആളുകളാണ്. ഇവിടെ അടിയന്തരാവസ്ഥ അല്ല സ്നേഹിത ചർച്ച, ഇവിടെ അടിയന്തരാവസ്ഥ അല്ല ചർച്ച. എന്റെ ഊഴത്തിലെ ബഹളം നിങ്ങളുടെ അല്പത്തം ഈ പ്രേക്ഷകർ തിരിച്ചറിയും. എന്റെ ഊഴത്തിലെ ശരി, നമ്മുടെ സമയം അവസാനിച്ചു. വളരെ നന്ദി ഷിന ഉഷാദ്, ലിഷി മനുപ്രസാദ്, ശ്രീ വർഗീസ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.